ശത്രുരാജ്യങ്ങൾ നുഴഞ്ഞുകയറി വിവരങ്ങൾ ചോർത്തുന്ന ചാരന്മാർ മാതൃരാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ചെറുതല്ല. എന്നാൽ ഇവരിൽ പലരും തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് പതിവ്. അതിക്രൂരമായ പീഡനങ്ങൾ സഹിച്ചവർ പോലും വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുന്നില്ലെന്നതും യാഥാർത്ഥ്യമാണ്. കാലം എത്ര കഴിഞ്ഞാലും രാജ്യം ആദരവോടെ ഓർക്കേണ്ട പേരുകൾ ഈ പട്ടികയിൽ നിരവധിയുണ്ട്. അതിൽ മുൻനിരയിലുള്ള ഒരാളാണ് മോഹൻലാൽ ഭാസ്കർ. പലതവണ പാകിസ്ഥാനിൽ നുഴഞ്ഞുകയറി ഇന്ത്യക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ ധീരനാണ് മോഹൻലാൽ ഭാസ്കർ. മുസ്ലിമാണെന്ന് ധരിപ്പിക്കാൻ പരിച്ഛേദനം പോലും ചെയ്തു. ഒടുവിൽ ഒരു സഹപ്രവർത്തകൻ ഒറ്റുകൊടുത്തപ്പോഴാണ് അദ്ദേഹം പിടിക്കപ്പെട്ടത്. അതാകട്ടെ കൊടിയ പീഡനങ്ങളുടെ തുടക്കവുമായിരുന്നു. പഞ്ചാബിലെ അബോഹറിലാണ് മോഹൻലാൽ ഭാസ്കറിന്റെ ജനനം. ദുഷ്കര സാഹചര്യങ്ങൾക്കിടയിൽ നന്നായി പഠിച്ച് അദ്ദേഹം MA-യും B.Ed.ഉം കരസ്ഥമാക്കി. തുടർന്ന് സിക്കിം സർക്കാരിന്റെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൈസ് പ്രിൻസിപ്പലായി ഔദ്യോഗിക ജീവിതത്തിൽ തുടക്കമിട്ടു. പിന്നീട് ചെറിയ കാലം ഒരു ഹിന്ദി ദിനപത്രത്തിൽ സബ് എഡിറ്ററായി ജോലി ചെയ്ത ശേഷമാണ് ഭാസ്കർ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ ഏജന്റാകുന്നത്. 1967 പാകിസ്ഥാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഭാസ്കർ നിയോഗിക്കപ്പെട്ടു. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായിരുന്ന അക്കാലത്ത് 15 മാസത്തിനുള്ളിൽ 16 തവണയാണ് ഭാസ്കർ അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തിയത്. നിർണായകമായ നിരവധി വിവരങ്ങളാണ് ഇക്കാലത്ത് ഭാസ്കർ ഇന്ത്യക്ക് ചോർത്തി നൽകിയത്. മുഹമ്മദ് അസ്ലം എന്ന പേരിലായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിൽ കഴിഞ്ഞത്. എന്നാൽ 17ാമത്തെ ദൗത്യം പാടി. വിജയകരമായി തന്റെ ജോലിയിൽ അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൊടും ചതി നേരിട്ടത്. ഒപ്പമുണ്ടായിരുന്നയാൾ തന്നെ ഭാസ്കറെ ഒറ്റി. ഇയാൾ ഒരു ഡബിൾ ഏജന്റ് ആയിരുന്നുവെന്ന് പിൽക്കാലത്ത് വെളിപ്പെട്ടിരുന്നു. 1968 ചാരന്മാരെ പിടികൂടാൻ പാകിസ്ഥാൻ നടത്തിയ കൗണ്ടർ റിലേഡ്സ് ഓപ്പറേഷനിലാണ് മറ്റു ചില ഇന്ത്യക്കാർക്കൊപ്പം ഭാസ്കറും ജയിലിലായത്. ലഖ്പത്, മിയാൻവാലി ജയിലുകളിൽ 7 വർഷത്തോളം കഠിനമായ പീഡനങ്ങളാണ് അദ്ദേഹം അനുഭവിച്ചത്. പാക് പോലീസും സൈന്യവും വിവരങ്ങൾ ചോർത്താൻ വേണ്ടി കൊടിയ മർദ്ദനങ്ങൾക്കിരയാക്കി. കൊടും കുറ്റവാളികൾക്കൊപ്പമുള്ള ജയിൽ ജീവിതവും നരകതുല്യമായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന പലരും പീഡനങ്ങൾ സഹിക്കാനാവാതെ മനോരോഗികളാവുകയോ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയോ ചെയ്തു. ഭാസ്കർ പാകിസ്ഥാനിലായിരുന്ന കാലത്ത് അദ്ദേഹം എവിടെയാണെന്നതിനെക്കുറിച്ച് ഭാര്യയ്ക്കോ കുടുംബത്തിനോ ഒന്നും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പാക് കോടതി ഭാസ്കറിന് ആദ്യം വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് 14 വർഷത്തെ തടവ് ശിക്ഷയായി കുറച്ചു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജിബുർ റഹ്മാനെ മിയാൻവാലി ജയിലിൽ പാർപ്പിച്ചിരുന്ന സമയത്ത് മോഹൻലാൽ ഭാസ്കറും അവിടെ ഉണ്ടായിരുന്നു. 1972 സിംല കരാറിൽ തടവുകാരുടെ കൈമാറ്റത്തിന് തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെയും മോചനത്തിന് വഴിയൊരുക്കി. എന്നാൽ പേര് സംബന്ധിച്ചുണ്ടായ ചില ആശയക്കുഴപ്പങ്ങൾ ഇതിൽ കരുതലിൽ വീഴ്ത്തിയിരുന്നു. ഇന്ത്യ ആവശ്യപ്പെട്ടത് മോഹൻലാൽ ഭാസ്കർ എന്ന തടവുകാരനെയായിരുന്നു. എന്നാൽ പാക് പട്ടികയിലുള്ള പേര് മോഹൻലാൽ ഭാസ്കർ ആയിരുന്നു. ഇത് രണ്ടും ഒരാളാണെന്ന് പിന്നീട് വ്യക്തമായി. ഒടുവിൽ 1974 ഡിസംബർ 9 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. മോഹൻലാൽ ഭാസ്കറിന്റെ ആത്മകഥയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ ലോകമറിഞ്ഞത്. ആൻ ഇന്ത്യൻ സ്പൈ ഇൻ പാകിസ്ഥാൻ എന്ന പേരിൽ ഈ പുസ്തകം പിന്നീട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. പാക് മണ്ണിൽ ഇന്ത്യക്ക് വേണ്ടി പണിയെടുത്ത ആ ചാരന്റെ പിൽക്കാല ജീവിതവും അത്ര സുഖകരമായിരുന്നില്ല. നഷ്ടപരിഹാരത്തിനായുള്ള പോരാട്ടമായിരുന്നു പിന്നീട്. ഒടുവിൽ 1977 28,000 രൂപ അദ്ദേഹത്തിന് അനുവദിച്ചു. ലഭ്യമായ ചില രേഖകളിൽ അദ്ദേഹം 2004 മരിച്ചെന്നും ചിലതിൽ 2013 മരിച്ചെന്നുമാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും രാജ്യത്തിനു വേണ്ടി പടപൊരുതുന്ന സൈനികർക്ക് ലഭിക്കുന്നത് പോലുള്ള ആദരവ് അർഹിക്കുന്നവരാണ് ചാരന്മാർ. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ ചാരന്മാർക്ക് നൽകുന്ന പരിഗണന നമ്മുടെ രാജ്യവും മാതൃകയാക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.